Hello learners, welcome back to Grammar Galaxy. I hope you all are doing well. I'm also doing good, and I couldn't be here for the last 2 days because I was down with a fever. So guys, do you remember what we learned in the last class or in our last video? I think you all understood what we learned in the last video. And today I came up with a different topic, and that is pronoun, the second parts of speech. A pronoun is a word that is used in place of a noun to avoid repetition. അതായത് pronoun എന്ന് പറയുന്നത് ഒരു വേർഡാണ്. അത് നൗണിൻ്റെ സ്ഥാനത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് pronoun. എന്തിനായിരിക്കും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്? അതായത് നൗണിൻ്റെ റെപ്പിറ്റേഷനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ pronoun യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, റിയ ഇസ് എ ഗുഡ് ഗേൾ, റിയ സ്റ്റഡീസ് വെൽ, റിയ ഇസ് എ വെരി ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ്, റിയ വാസ് പ്രൈസ്ഡ് ബൈ റിയാസ് പേരൻറ്റ്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, എത്ര തവണ റിയ എന്ന നൗൺ വന്നിരിക്കുന്നു? 5 തവണ റിയ എന്ന വേർഡ് റെപ്പിറ്റേഷനിൽ വന്നിരിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് വേർഷനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. അതായത് റിയ ഇസ് എ ഗുഡ് ഗേൾ, റിയ എന്ന് തന്നെ നമ്മൾ എഴുതി. ഷീ സ്റ്റഡീസ് വെൽ, ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ്, ഷീ വാസ് പ്രൈസ്ഡ് ബൈ ഹർ പേരൻറ്റ്സ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടത് തുടക്കത്തിൽ എല്ലാ സെൻറ്റൻസിലും എന്താണ്? റിയ ഈസ് എ ഗുഡ് ഗേൾ, റിയ സ്റ്റഡീസ് വെൽ, അതാണ്. ആ ഒരു റെപ്പിറ്റേഷൻ, റിയ എന്ന റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റിയ എന്ന സ്ഥാനത്ത് pronoun ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? റിയ സ്റ്റഡീസ് വെൽ മാറി ഷീ സ്റ്റഡീസ് വെൽ. ഷീ എന്ന് പറയുന്നത് ഒരു pronoun ആയി. ദെൻ ഷീ വാസ് പ്രൈസ്ഡ് ബൈ ഹർ പേരൻറ്റ്സ്. ഹർ എന്ന് പറയുന്നതും ഒരു pronoun ആണ്. സോ നൗണിൻ്റെ റെപ്പിറ്റേഷനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് pronoun. pronoun തന്നെ പല ടൈപ്സുകളും ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് pronoun. ആദ്യത്തെ pronoun എന്ന് പറയുന്നത് പേഴ്സണൽ pronoun ആണ്. ഇറ്റ് റെഫേഴ്സ് ടു പേഴ്സൺ ഓർ തിങ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ റെഫർ ചെയ്യുന്നതാണ് പേഴ്സണൽ pronoun എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ പേഴ്സൺ സ്പീക്കിംഗ്, ദ പേഴ്സൺ സ്പോക്കൺ ടു, ദ പേഴ്സൺ സ്പോക്കൺ എബൌട്ട്. അപ്പോൾ ഇനി പേഴ്സണൽ pronoun തന്നെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പേഴ്സണൽ നൗണിനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ എന്നും ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് പേഴ്സൺ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ മീൻസ് ദ പേഴ്സൺ സ്പീക്കിംഗ്. അതായത് വെൻ യു ടോക്ക് അബൌട്ട് യുവർ സെൽഫ് വി യൂസ് ഫസ്റ്റ് പേഴ്സൺ. നമ്മളെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ദ പേഴ്സൺ സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഐ എന്നും മീ എന്നും പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ഗേൾ. ഇനി പ്ലൂറലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി അല്ലെങ്കിൽ അസ് എന്ന pronoun യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വി ആർ ഫ്രണ്ട്സ്. ഇനി സെക്കൻഡ് പേഴ്സൺ ആണ് ദ പേഴ്സൺ സ്പോക്കൺ ടു. അതായത് വെൻ യു ടോക്ക് ടു സംവൺ വി യൂസ് സെക്കൻഡ് പേഴ്സൺ. മറ്റൊരാളോട് നമ്മൾ സംസാരിക്കുകയാണ്, മറ്റൊരാൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നു. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും യു എന്ന് തന്നെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി തേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ സ്പോക്കൺ അബൌട്ട്. Third person. When you talk about someone, we use third person. നമ്മൾ മറ്റൊരാളെ പറ്റി അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർ വൺ ബീങ് ടോക്ക്ഡ് അബൌട്ട് വി യൂസ് തേർഡ് പേഴ്സൺ. സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഹീ എന്നും ഹിം എന്നും ഷീ, ഹർ, ഇറ്റ് എന്നും നമ്മൾ യൂസ് ചെയ്യും. പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ദേ എന്നും ദം എന്നും. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് മൈ ഫ്രണ്ട്, ഷീ ഹാസ് എ ഡോഗ്. പ്ലൂറൽ ആണെങ്കിൽ ദേ ആർ മൈ കസിൻസ്. ഓക്കെ, കാരണം നമ്മളവിടെ എന്താണ് മറ്റൊരു
ആളെപ്പറ്റി അല്ലെങ്കിൽ മറ്റൊരു സംവണ്ണിനെയോ അല്ലെങ്കിൽ ഒരു സംതിങ്ങിനെ പറ്റി സംസാരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ തേർഡ് പേഴ്സണായിട്ട് യൂസ്. സെക്കൻഡ് ടൈപ്പ് പ്രോണോൺ ആണ് പൊസസീവ് പ്രോണോൺ. പൊസസീവ് എന്ന വേർഡ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ വേർഡ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇറ്റ് ഷോസ് ഓണർഷിപ്പ് ഓർ പൊസഷൻ. ഒരു ഓണർഷിപ്പിനെ സൂചിപ്പിക്കാനാണ് പൊസസീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോണോൺ ആണ് മൈൻ, അവേഴ്സ്, യോസ്, ഹിസ്, ഹർ, ദെയർ, ഇറ്റ്സ്. അതായത് എൻ്റെ, നിൻ്റെ എന്നൊക്കെ പറയില്ലേ, അതിനെ സൂചിപ്പിക്കാനാണ്, ഒരു ഓണർഷിപ്പിനെ സൂചിപ്പിക്കാനാണ് പൊസസീവ് പ്രോണോൺ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ബുക്ക് ഈസ് മൈൻ. ഈ ബുക്ക് എൻ്റേതാണ്. അവിടെ മൈനാണ് പൊസസീവ് പ്രോണോണായി വരുന്നത്. ദെൻ ഇറ്റ് ഈസ് യോസ് പെൻ. യോസ് ഇസ് എ പൊസസീവ് പ്രോണോൺ. ഹിസ് കാർഡ്. ഹിസ് ഇസ് എ പൊസസീവ് പ്രോണോൺ. അവൻ്റെ കാർഡ്. അതായത് ഒരു പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പാണ് കാണിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ മൂന്നാമത്തെ ടൈപ്പാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ. യൂസ് ടു പോയിൻ്റ് ഔട്ട് സംതിങ്. അതായത് എന്തിനെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോണോണാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺ. ദിസ്, ദാറ്റ്, ദോസ്, ദീസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് മൈ പെൻ. നമ്മളവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാണ് ഇത് എൻ്റെ പേനയാണെന്നുള്ളത്. ദെൻ ദീസ് ആർ മൈ ഫ്രണ്ട്സ്. അവിടെയും നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാണ്. ദീസ് ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ദാറ്റ് ഈസ് യുവർ ബുക്ക്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഇൻട്രോഗേറ്റീവ് പ്രോണോൺ. ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെയാണ് ഇവിടെ പ്രോണോണിൽ വരുന്നത്. യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ, ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, വാട്ട്, അതിനെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോണോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം? ഹൂം ഡിഡ് യു മീറ്റ് യെസ്റ്റർഡേ? ഹൂസ് ബുക്ക് ഈസ് ദിസ്? വിച്ച് ഈസ് എ ഫേവറേറ്റ് സോങ്? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻട്രോഗേറ്റീവ് പ്രോണോണാണ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ് ആൻഡ് ടുമോറോ I will come out with the other types of pronoun. Till then, bye and thank you all. Keep learning, keep shining. By Grammar Galaxy.